ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു രീരീസ് കിച്ചൺ. ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരുന്നത് ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എങ്ങനെ നല്ലപോലെ ചെയ്തെടുക്കാമെന്നാണ്. നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇപ്പോൾ കറികൾ ഉണ്ടാക്കാനാണെങ്കിലും സ്നാക്സ് ഐറ്റംസ് ഉണ്ടാക്കാനാണെങ്കിലും ഒക്കെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്ക് എപ്പോഴും അത്യാവശ്യമുള്ളതാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നേരത്തെ ആയിരിക്കും നമുക്കപ്പം ആവശ്യം വരുമ്പോൾ അപ്പം തന്നെ നമ്മൾ അത് പേസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി പോകും. അപ്പോൾ സമയമുള്ളപ്പോൾ നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ നേരത്തെ ചെയ്ത് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ ഡിഷസ് പ്രിപ്പയർ ചെയ്യാൻ നേരത്ത് യൂസ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി എടുക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാനിപ്പം ഇഞ്ചിയുടെ അളവ് എപ്പോഴും കുറഞ്ഞിരിക്കണം. അതായത് ഇപ്പോൾ ഞാനൊരു 100 ഗ്രാം വെളുത്തുള്ളിയാണ് എടുക്കുന്നതെങ്കിൽ ഇഞ്ചിയുടെ അളവ് ഒരു 70 ഗ്രാം അല്ലെങ്കിൽ 75 ഗ്രാം അത്രയും മതി. എപ്പോഴും വെളുത്തുള്ളിയുടെ അളവ് കൂടി നിൽക്കണം, ഇഞ്ചിയുടെ അളവ് കുറച്ച് കുറഞ്ഞിരിക്കണം. അതേപോലെ തന്നെ എണ്ണ വേണം. ഇവിടെ നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം കൂട്ടി അരയ്ക്കുന്നില്ല. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തയ്യാറാക്കുമ്പോൾ നമ്മൾ വെള്ളമൊന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മൾ എണ്ണയാണ് ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ അങ്ങനെ ഏത് എണ്ണ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എണ്ണ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. എണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളത്തിന് പകരമായിട്ട് നമ്മൾ കൊടുക്കുന്നത് എണ്ണയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 100 ഗ്രാം വെളുത്തുള്ളിയും ഒരു 70 ഗ്രാം ഇഞ്ചിയും എടുത്തിട്ട്, അതായത് ഇപ്പം കറക്റ്റ് അളവ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് എനിക്ക് അത്രയ്ക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഞാനൊരു 5 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 5 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ ഇഞ്ചി, കുറച്ച് കുറവാണ് ഇഞ്ചി എടുത്തത്. ഒരു 3-4 ടേബിൾ സ്പൂൺ എണ്ണ. ഇത് നമ്മൾ അരച്ചെടുക്കുമ്പോഴാണ് നമുക്കറിയുന്നത് എന്തോരം എണ്ണ വേണ്ടി വരും എന്നറിയില്ല. അതുകൊണ്ടൊരു 3-4 ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരല്പം ഉപ്പ്, ഇത്രയും ഉപ്പൊന്നും വേണ്ട, ഒരല്പം ഉപ്പ് മതി. കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണ്. ഒരല്പം ഉപ്പ് മതി. ഈ ഉപ്പ് നമ്മൾ ചേർക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് വേണം നമ്മൾ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഉപ്പൊന്ന് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. ഉപ്പ് ചൂടാക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് പാൻ ഒന്ന് ചൂടായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 ടീസ്പൂൺ ഉപ്പാണ് എടുക്കുന്നത്. ചെറിയ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്ക് ഉപ്പൊന്ന് ചൂടാക്കിയെടുക്കാം. ഉപ്പിൻ്റെ കളറൊന്നും മാറണ്ട, ഉപ്പൊന്ന് ചൂടായി കിട്ടിയാൽ മതി. ഇടയ്ക്ക് നമുക്ക് ഉപ്പ് ചൂടായിട്ടുണ്ടോ എന്ന് നോക്കാം. നമ്മുടെ ഉപ്പ് ഇവിടെ ചൂടായിട്ടുണ്ട്. അധികം ഇങ്ങനെ ബ്രൗൺ കളറൊന്നും ആവേണ്ട, ചൂടായിട്ടുണ്ട്. നമുക്കിനി തണുക്കാൻ വയ്ക്കാം. ഉപ്പ് തണുത്തിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. ചെറിയ ജാറിൽ അരച്ചെടുത്താൽ മതിയാകും. അപ്പോൾ ഞാനിത് അരച്ചെടുക്കാൻ പോവുകയാണ്. എണ്ണ ഒഴിച്ചിട്ടാണ്, എണ്ണ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. നമ്മൾ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കഴുകി വെച്ചതാണ്. കഴുകി ഒട്ടും വെള്ളം പാടില്ല. നല്ലോണം വെള്ളം എല്ലാം തുടച്ച് ഉണക്കിയാണ് എടുത്തത്. അതായത് തുണിയിൽ ഇങ്ങനെ റാപ്പ് ചെയ്ത് വെച്ചിട്ട് എടുക്കുകയാണ് ചെയ്തത്. ഒട്ടും വെള്ളത്തിൻ്റെ അംശമൊന്നും പാടില്ല ഈ ഇഞ്ചിയും വെളുത്തുള്ളിക്കും. അപ്പോൾ നമുക്കിത് അരച്ചു. അങ്ങനെ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇത്രയും അരച്ചെടുക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്തത് ഒരു 5 ടേബിൾ സ്പൂൺ, ഈ ഒരു സ്പൂണാണ് 5 ടേബിൾ സ്പൂൺ എണ്ണയാണ് എടുത്തത്. അതേപോലെ ഉപ്പ് ഞാൻ ഒരല്പമേ ഇട്ടുള്ളൂ, ഒരു 2 പിഞ്ച് ഉപ്പാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ നമ്മൾ കറിക്കൊക്കെ ഇടുമ്പോൾ നമ്മൾ ഇപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇത് യൂസ് ചെയ്യുമ്പോൾ കറിയിലൊക്കെ ഉപ്പിൻ്റെ അളവ് ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഇടാനായിട്ട്. ഇനി ഇത് നമുക്ക് ഒരു കുപ്പിയിലാക്കിയിട്ട്, ഞാനിവിടെ ഒരു
ചില്ലുകുപ്പിയിലാണ് ആക്കുന്നത്. ചില്ലുകുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. അങ്ങനെ നമുക്ക് 2 ആഴ്ച ഒക്കെ ഇത് കേടുകൂടാതെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ ഇതേപോലെ ഒരു കണ്ടെയ്നറിൽ ഒരു ഗ്ലാസ് ജാറിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. കാരണം ഇത് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണയൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ പോലെ എണ്ണ അവിടെ കിടന്നോളൂ. ചീത്തയായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ നമുക്കിനി ഇത് അടച്ചു വെച്ച് ഫ്രിഡ്ജിൽ ഒരു 2 ആഴ്ചയോളമൊക്കെ സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മളിതിങ്ങനെ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കറി ഉണ്ടാക്കാൻ നേരത്തും സ്നാക്സിനൊക്കെ ഭയങ്കര എളുപ്പം തന്നെ നമുക്കിത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇങ്ങനെ തയ്യാറാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണിത്. അപ്പോൾ ഇനി വേറൊരു റെസിപ്പിയായി വരുന്നവരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.